ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇനി ഒത്തിരി പരീക്ഷകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. വെറുതെ സമയം കളയരുത്. എന്നുവെച്ചാൽ 24 മണിക്കൂറും പഠിക്കണം എന്നല്ല, നിങ്ങൾക്ക് കിട്ടുന്ന സമയം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ശനിയാഴ്ച ഒരു എക്സാം ഉണ്ടല്ലോ അല്ലേ, വുമൺ സിവിൽ എക്സൈസിൻ്റെ എക്സാം നടക്കുകയാണ് അല്ലേ. അപ്പോൾ അത് എഴുതുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. കുറച്ച് കറണ്ട് അഫയേഴ്സ്, അതായത് ആ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സമയം കളയണ്ട. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 സാഹിത്യ നോബൽ പുരസ്കാരത്തിന് അർഹനായത്. 2025 സാഹിത്യ നോബൽ കിട്ടിയത് ആർക്കാണെന്ന് മനസ്സിൽ വരുന്നുണ്ടോ? ആർക്കാടാ സാഹിത്യ നോബൽ കിട്ടിയത്? ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ് അല്ലേ. ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ് 2025 സാഹിത്യ നോബൽ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അല്ലേ. ആധുനിക യൂറോപ്യൻ സാഹിത്യത്തിലെ പ്രധാന പേരുകളിലൊന്നാണ് ഈ ഹംഗേറിയൻ സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ ലാസ്ലോ ക്രാസ്നഹോർക്കൈ. അപ്പോൾ ചോദിക്കും, ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ആരാണ്? ഹംഗേറിയൻ സാഹിത്യകാരനാണ് ഇദ്ദേഹം അല്ലേ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു നോവലിന് മാൻ ബുക്കർ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ പ്രസ്താവന രീതിയിലൊക്കെ ചോദിക്കും. ഈ ക്രാസ്നഹോർക്കയുടെ ഏത് നോവലിനാണ് മാൻ ബുക്കർ സമ്മാനം കിട്ടിയതെന്ന് അറിയാമോ? ഏതാണ്? സെൻഡനാങ്കോ അല്ലേ. സെൻഡനാങ്കോ എന്ന നോവലിനാണ്. ഓക്കെ, 2015 ഓർത്ത് വെച്ചേക്കുക കേട്ടോ. 2015 ഈ നോവലിന് അദ്ദേഹത്തിന് മാൻ ബുക്കർ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി ഏതാണ്? 1985 പുറത്തു വന്ന സെറ്റാറ്റാൻഗോയാണ് കേട്ടോ. സെറ്റാറ്റാൻഗോയാണ് ആദ്യത്തെ കൃതി എന്ന് പറയുന്നത്. ദ മെലങ്കള്ളി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, സീബോ ദെയർ ബിലോ, ദി ബിൽ, ദി ലാസ്റ്റ് വൂൾഫ് ആൻഡ് ഹെർമൻ, ദ ലാസ്റ്റ് വൂൾഫ് ആൻഡ് ഹെർമൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊന്നും അദ്ദേഹത്തെക്കുറിച്ചൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ 1985 പുറത്തു വന്ന സെറ്റാറ്റാൻഗോ ആണ് ആദ്യത്തെ കൃതി. മെലങ്കള്ളി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, സീബോ ദെയർ ബിലോ, ദി ബിൽ, ദി ലാസ്റ്റ് വൂൾഫ് ആൻഡ് ഹെർമൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കണേ. ഇദ്ദേഹത്തിന് സാഹിത്യ നോവൽ കിട്ടിയിട്ടുണ്ട്. ഏത് വർഷമാണ് സാഹിത്യ നോവൽ കിട്ടിയത്? 2024 സാഹിത്യ നോവൽ കിട്ടിയത് ആർക്കാണ്? ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയായ ഹാൻ കാങ്ങിനാണ് കേട്ടോ. 2024, നമ്മളിപ്പോൾ 2025 പഠിച്ചത്. 2025 സാഹിത്യ നോവലാണ് ആർക്ക് കിട്ടുന്നത്? ക്രാസ്നഹോർക്കയ്ക്ക് കിട്ടുന്നത്. എന്നാൽ 2024 സാഹിത്യ നോവൽ കിട്ടിയത് ആർക്കാണെന്നറിയാമോ? ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയായ ഹാൻ കാങ്ങിനാണെന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഹാൻ കാങ് സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയക്കാരിയും ആദ്യ ഏഷ്യൻ വനിതയുമാണ് ഹാൻ കാങ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2025 പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം കിട്ടിയോ? ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10 ആണല്ലേ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര മെഡലുകളാണ് ഇന്ത്യക്ക് കിട്ടിയത്? എത്ര മെഡലുകൾ നേടിയാണ് ഇന്ത്യ 10ാം സ്ഥാനത്ത് എത്തിയത്? 22 മെഡലുകൾ നേടിയാണ് അല്ലേ. 22 മെഡൽ, 6 സ്വർണം, 9 വെള്ളി, 7 വെങ്കലം. 6 സ്വർണം, 9 വെള്ളി, 7 വെങ്കലം ഉൾപ്പെടെ 22 മെഡലുകൾ നേടിയാണ് ഇന്ത്യ 10ാം സ്ഥാനത്ത് എത്തിയത്. ഓക്കെ, ലോക പാരാ അത്ലറ്റിക്സ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു മെഡൽ നേട്ടമായിരുന്നു ഇതെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 2ാം സ്ഥാനം, ഓക്കെ, 2ാം സ്ഥാനം, അതായത് ജേതാക്കൾ പറഞ്ഞേടാ. ഇത് ജേതാക്കൾ ആരായിരുന്നു അത് പറയണ്ടേ. ജേതാക്കൾ ആരായിരുന്നു? ബ്രസീലാണല്ലേ. ബ്രസീലാണ്. 44 മെഡലുകളാണ് ബ്രസീലിന് കിട്ടിയത്. ഓക്കെ, 15 സ്വർണം, 20 വെള്ളി, 9 വെങ്കലം, അങ്ങനെ 44 മെഡലുകളാണ് ബ്രസീലിന് കിട്ടിയത്. അവരാണ് 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, വേദി എവിടെയായിരുന്നു? ഈ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണെന്നറിയാമോ? ന്യൂഡൽഹിയാണ് കേട്ടോ. ന്യൂഡൽഹി ആയിരുന്നു വേദി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതായത് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആയിരുന്നു മുഖ്യ വേദി എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യമായിട്ടാണ് ഇന്ത്യ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ചതെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് ഇന്ത്യ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 10ാം സ്ഥാനമാണ്. എത്ര മെഡലുകൾ കിട്ടി? 22 മെഡലുകൾ കിട്ടി. ഇതിനകത്ത് വിജയികളായത്, ചാമ്പ്യന്മാരായത് ബ്രസീലാണെന്ന് ഓർക്കുക. അവർക്ക് 44 മെഡലുകളാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഔദ്യോഗിക ചിഹ്നം പഠിക്കണ്ടേ? ഈ 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ചിഹ്നം ഏതായിരുന്നു? വിരാജ് എന്ന ആനയാണ് കേട്ടോ. വിരാജ് എന്ന ആനയായിരുന്നു. ഇത്ര ഒന്ന് ഓർത്ത് വെച്ചേക്കുക ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2025 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാൾഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിൻ്റെ പേര് പറയാമോ? 2025 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാൾഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതാണെന്നറിയാമോ? ഏതാണത്? INS ആന്ത്രോത്ത് അല്ലേ? INS ആന്ത്രോത്ത്. അതായത് ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ആൻറ്റി സബ്മറൈൻ വാൾഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു യുദ്ധക്കപ്പലായിരുന്നു INS ആന്ത്രോത്ത് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ ചെയ്തത് എന്നായിരുന്നു? 2025 ഒക്ടോബർ 6-നാണ് അല്ലേ? എവിടെ വെച്ചിട്ടാണ്? വിശാഖപട്ടണത്തെ നേവൽ ഡോക്ക് യാർഡിലാണ് ഇത് കമ്മീഷൻ ചെയ്തതെന്ന് ഓർക്കുക. 2025 ഒക്ടോബർ 6-ന് വിശാഖപട്ടണത്തെ നേവൽ ഡോക്ക് യാർഡിലാണ് ഇത് കമ്മീഷൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നുകൂടെ പറഞ്ഞേ? 2025 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാൾഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിൻ്റെ പേരെന്താണ്? പേരെന്താണ്? INS ആന്ത്രോത്ത് എന്നാണ്. കിട്ടുമല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യ തന്നെയാണ് അല്ലേ? 2025 വനിതാ കബഡി ലോകകപ്പ് നമ്മുടെ ഇന്ത്യക്കായിരുന്നു. ഓക്കെ, ഇത് എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്? ഇന്ത്യ ഈ കബഡി ലോകകപ്പ് നടന്നത് എവിടെയാണോ? നവംബറിൽ ബംഗ്ലാദേശിലെ ധാക്ക ഷഹീദ് സുഹ്രാവർദി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അല്ലേ? അതിൽ ഫൈനലിൽ നമ്മുടെ ചൈനീസ് തായ്പേയിയെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ കിരീട ജേതാക്കളാകുന്നത്. ഓക്കെ, ചൈനീസ് തായ്പേയിയെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ കിരീടം നേടുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര രാജ്യങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തു? 11 രാജ്യങ്ങൾ പങ്കെടുത്തു അല്ലേ? അങ്ങനെ ഈ 11 രാജ്യങ്ങൾ പങ്കെടുത്ത ടൂർണമെൻറ്റിൽ ഒരു മത്സരം പോലും തോക്കാതെയാണ് ഇന്ത്യ കിരീടം ഉയർത്തിയിട്ടുള്ളത്. എത്രാം തവണയാണ് ഇന്ത്യ വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കുന്നത്? തുടർച്ചയായ 2ാം തവണയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. തുടർച്ചയായ 2ാം തവണയാണ് ഇന്ത്യ വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ വനിതാ കബഡി ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? അത് റിതു നേഗിയാണ്. ഇത്രയും ഫാക്ട് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. റിതു നേഗിയായിരുന്നു വനിതാ കബഡി ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ 2025 വനിതാ കബഡി ലോകകപ്പ് നേടിയ രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. തുടർച്ചയായിട്ടുള്ള 2ാം തവണയാണ് ഇന്ത്യ വനിതാ കബഡി ലോകകപ്പ് സ്വന്തമാക്കുന്നതെന്ന് ഓർക്കുക. എവിടെ വെച്ചിട്ടായിരുന്നു കളി നടന്നത്? ബംഗ്ലാദേശിലെ ധാക്ക ഷഹീദ് സുഹ്രവർദി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. 2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? 2025 G20 ഉച്ചകോടി, അതായത് 20ാമത് G20 ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് പറയാമോ? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് അല്ലേ? ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് 20ാമത്തെ G20 ഉച്ചകോടി നടന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ G20 ഉച്ചകോടി നടക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രമേയം എന്താണെന്നറിയാമോ? ഈ 2025 ഈ ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത് ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത. ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത എന്നുള്ളതായിരുന്നു. ഓക്കെ, സൊളാരിറ്റി, ഈക്വാലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതായിരുന്നു ഈ ഉച്ചകോടിയുടെ പ്രമേയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നാണ് ഈ G20 സ്ഥാപിതമായത്? എങ്ങാൻ ചോദിച്ചാൽ എഴുതണ്ടേ? എന്നാണ് G20 സ്ഥാപിതമായത്? 1999 സെപ്റ്റംബർ 26-നാണ്. 1999 സെപ്റ്റംബർ 26-നാണ് G20 സ്ഥാപിതമാകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2026 ഈ G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത് എവിടെയാണ്? US-ലെ മിയാമിയിലാണ് കേട്ടോ. US-ലാണ് മിയാമിയിലാണ് 2026 G20 നടക്കാൻ പോകുന്നത്. അപ്പോൾ 2024 വേദി പറഞ്ഞേടാ, അത് ബ്രസീലിലെ റിയോ ഡി ജനീറോ ആയിരുന്നു. റിയോ ഡി ജനീറോ. 2023 കൂടെ നോക്കി വെച്ചോ, ന്യൂഡൽഹി ആയിരുന്നു കേട്ടോ. ന്യൂഡൽഹി ആയിരുന്നു. അപ്പോൾ 2023 വേദി G20യുടെ വേദിയെ പറയുന്നത് 2023 ന്യൂഡൽഹി, 2024 റിയോ ഡി ജനീറോ, 2025 ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്ക, 2026 നടക്കാൻ പോകുന്നത് US-ലെ മിയാമി. കിട്ടിയോ? അപ്പോൾ ഈ ക്വസ്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്രയെങ്കിലും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. യുണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയിട്ട് 2025 നവംബറിൽ നിയമിതയായ ഇന്ത്യൻ സിനിമാ താരം ആരാണ്? യുണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി 2025 നവംബറിൽ നിയമിതയായ ഇന്ത്യൻ സിനിമാ താരം. ആൻസർ കിട്ടി കാണുമല്ലോ. ആരാണത്? കീർത്തി സുരേഷാണ് അല്ലേ? കീർത്തി സുരേഷാണ്.
അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ യൂണിസെഫിൻ്റെ എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത്? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരുടെ മാനസികാരോഗ്യം, വിദ്യാഭ്യാസം, ലിംഗസമത്വം തുടങ്ങിയ വിഷയങ്ങളിൽ അവബോധം വളർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് യൂണിസെഫിൻ്റെ പൂർണ്ണരൂപം? യൂണിസെഫിൻ്റെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്നാണ് അല്ലേ? യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നായി മാറുക ചെയ്തത്. ആദ്യം ഇത് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്നറിയപ്പെട്ടു. പിന്നീട് യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് എന്ന് മാറുകയാണ് ചെയ്തത്. എന്നാണ് രൂപീകരിച്ചത് യൂണിസെഫ്? 1946 ഡിസംബർ 11 അല്ലേ? യൂണിസെഫ് വന്നത് 1946 ഡിസംബർ 11. ആസ്ഥാനം നിങ്ങൾക്കറിയാം, ആസ്ഥാനം ന്യൂയോർക്കാണ്. ഓക്കെ, ഈ യൂണിസെഫിന് സമാധാനത്തിനുള്ള നോബൽ കിട്ടിയ വർഷം ഏതാണെന്നറിയോ? യൂണിസെഫിന് സമാധാനത്തിലുള്ള നോബൽ കിട്ടിയത് ഏത് വർഷമാണ്? 1965 ഓർക്കുക കേട്ടോ. 1965. ഓക്കെ, കിട്ടുമല്ലോ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ സാലു മരത തിമ്മക്ക അന്തരിച്ചതെന്നാണ്? ഓക്കെ, പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ സാലു മരത തിമ്മക്ക അന്തരിച്ചതെന്നാടാ? 2025. ഡേറ്റ് ഓർമ്മയുണ്ടോ? നവംബർ 14. 2025 നവംബർ 14 ഇവർ അന്തരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് കുറേ വിശേഷണങ്ങളുണ്ട്. ഇവരൊരു പരിസ്ഥിതി പ്രവർത്തകയാണെന്ന് പറഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് വിശേഷണങ്ങളുള്ളത്? അരയാലുകളുടെ അമ്മ, വൃക്ഷമാതാവ് അല്ലേ? അരയാലുകളുടെ അമ്മയെന്നും വൃക്ഷമാതാവ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ് സാലു മരത തിമ്മക്ക. ഓക്കെ, അതെ, അവർ 1911 ജൂൺ 30 കർണാടകയിലെ തുംകൂർ ജില്ലയിലെ ഗുബ്ബിയിലാണ് ഇവർ ജനിച്ചത്. ഓക്കെ, കർണാടകയിലെ തുംകൂർ ജില്ലയിലെ ഗുബ്ബിയിലാണ് അവർ ജനിക്കുന്നത്. പത്മശ്രീ കിട്ടിയ വർഷം അറിയാമോ? ഈ സാലു മരത തിമ്മക്കയ്ക്ക് പത്മശ്രീ കിട്ടുന്നത് 2019 കേട്ടോ. 2019. അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചേക്കുക. എന്താണ് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ സാലു മരത തിമ്മക്ക അന്തരിച്ചതെന്നാണ്? 2025 നവംബർ 14. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. 2025 ആഗോള പട്ടിണി സൂചികയിൽ, അതായത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം പറയാമോ? 102 ആണല്ലേ? ആഗോള പട്ടിണി സൂചിക അഥവാ എന്താണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം 102 ഓർക്കുക. എത്ര രാജ്യങ്ങളാണ് ഈ സൂചികയിലുള്ളതെന്ന് അറിയാമോ? 123 രാജ്യങ്ങളാണ് കേട്ടോ. 123 രാജ്യങ്ങളാണ് ഈ സൂചികയിലുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും പട്ടിണിയുള്ള രാജ്യം ഇതിനകത്ത് ഏതാണെന്നറിയോ? ഏറ്റവും പട്ടിണിയുള്ളത് ആഗോള പട്ടിണി സൂചികയിൽ അത് സൊമാലിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഏറ്റവും പട്ടിണിയുള്ളത് സൊമാലിയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് ആഗോള സമാധാന സൂചിക. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115. ഒന്നാമത് ഐസ്ലൻഡ് ആണ് കേട്ടോ. ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115. ഒന്നാമത്തെ സ്ഥാനം ഐസ്ലൻഡിനാണ്. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118. ഒന്നാമത് ഫിൻലാൻഡാണ്. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118 ഓർത്ത് വെച്ചേക്കുക. ഇനി ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയുണ്ട്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 151 കേട്ടോ. 151. ഫസ്റ്റ് നോർവേക്കാണ്. കിട്ടിയോടാ? അപ്പോൾ ഒന്നുകൂടെ 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102. ഇനി ഏറ്റവും പട്ടിണിയുള്ള രാജ്യമായി മാറിയത് സൊമാലിയയാണ്. 123 രാജ്യങ്ങളാണ് ഈ സൂചികയിലുള്ളതെന്ന് ഓർക്കുക. ആഗോള സമാധാന സൂചികയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 115. ലോക സന്തോഷ സൂചികയിൽ 118. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 151. ഓക്കെ അല്ലേ? കിട്ടിയോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സമയമില്ലാത്തതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ ആരാണ്? ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരനാണ്. കിട്ടിയ ആൻസർ സുനിൽ അമൃത്. ആരാണ്? സുനിൽ അമൃത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിനാണ് ആ പുരസ്കാരം കിട്ടിയത്? സുനിൽ അമൃതിൻ്റെ ഏത് പുസ്തകത്തിനാണ് കിട്ടിയത്? ദി ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 years എന്ന പുസ്തകത്തിനാണ്. ദി ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ലാസ്റ്റ് 500 years എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ കുറേ പുരസ്കാരങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്ക് നിങ്ങൾ കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല.
ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. മൈഗ്രേഷൻ ആൻഡ് ഡയസ്പറ ഇൻ മോഡേൺ ഇന്ത്യ ഏഷ്യ, ഡീകോളനൈസിങ് ഇൻ്റർനാഷണൽ ഹെൽത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ 1930-65 കേട്ടോ, അതൊറ്റ ബുക്കാണ്. ക്രോസിംഗ് ദി ബേ ഓഫ് ബംഗാൾ, ദി ഫ്രീസ് ഓഫ് നേച്ചർ ആൻഡ് ദി ഫോർച്യൂൺസ് ഓഫ് മൈഗ്രൻസ്, സൈറ്റ്സ് ഓഫ് ഏഷ്യൻ ഇൻട്രാക്ഷൻ ഐഡിയാസ്, നെറ്റ്വർക്ക് ആൻഡ് മൊബിലിറ്റി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില കൃതികളാണ്. ഓക്കെ, മൈഗ്രേഷൻ ആൻഡ് ഡയസ്പറ ഇൻ മോഡേൺ ഏഷ്യ, ഡീകോളനൈസിംഗ് ഇൻ്റർനാഷണൽ ഹെൽത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ 1930-65, ക്രോസിംഗ് ദി ബേ ഓഫ് ബംഗാൾ, ദി ഫ്രീസ് ഓഫ് നേച്ചർ ആൻഡ് ദി ഫോർച്യൂൺസ് ഓഫ് മൈഗ്രൻസ്, സൈറ്റ്സ് ഓഫ് ഏഷ്യൻ ഇൻട്രാക്ഷൻ ഐഡിയാസ്, നെറ്റ്വർക്ക് ആൻഡ് മൊബിലിറ്റി, ഇതൊക്കെ ആരുടെ, നമ്മുടെ സുനിൽ അമൃതിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടുന്ന ഇന്ത്യ വംശജനായ ചരിത്രകാരനാണ് ആര്? സുനിൽ അമൃത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ഒരു ചുഴലിക്കാറ്റ് നമ്മൾ പഠിച്ചായിരുന്നു. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ബംഗാൾ ഉൾക്കടലിൽ 2025 ഒക്ടോബറിൽ അത് മൊണ്ടാ ചുഴലിക്കാറ്റാണ് അല്ലേ, മൊണ്ടാ ചുഴലിക്കാറ്റ്. ചോദ്യം ഇങ്ങനെയാണ്, ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? മൊണ്ടാ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. ചുഴലിക്കാറ്റുകളും അതിന് പേര് നൽകിയ രാജ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കാറുണ്ട്. അപ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മൊണ്ടാ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാടാ? അത് തായ്ലൻഡ് ആണ് കേട്ടോ, തായ്ലൻഡ് ആണ്. എന്താണ് മൊണ്ട എന്ന വാക്കിൻ്റെ അർത്ഥം? മണമുള്ള പൂവ് എന്നാണ്, മണമുള്ള പൂവ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കൽമേഘി എന്നൊരു ചുഴലിക്കാറ്റിനെ ഓർമ്മയുണ്ടോ? കൽമേഘി അതെവിടെയാണ് വീശിയതെന്നറിയോ? ഫിലിപ്പീൻസ്, വിയറ്റ്നാം കേട്ടോ. ഫിലിപ്പീൻസ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ വൻ നാശം വിതച്ച ഒരു ചുഴലിക്കാറ്റായിരുന്നു കൽമേഘി. അത് നവംബർ മാസത്തിലാണ് കേട്ടോ, നവംബറിലാണ്. അതുപോലെ മെലീസ എന്ന് പറയുന്ന ചുഴലിക്കാറ്റുണ്ട്. അത് ജമൈക്ക, ക്യൂബ, ഹെയ്തി ജമൈക്ക, ക്യൂബ, ഹെയ്തി എന്നിവിടങ്ങളിൽ ഒക്ടോബറിൽ വീശിയടിച്ച ആണ് മെലീസ എന്ന് പറയുന്നത്. ശക്തി ചുഴലിക്കാറ്റ് ഏതാ? അത് 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് കേട്ടോ. 2025 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫംഗൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2024 ചുഴലിക്കാറ്റാണത്. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ഫംഗൽ. അതിന് പേര് കൊടുത്തിരിക്കുന്ന സൗദി അറേബ്യയാണ്. ഫംഗലിന് പേര് നൽകിയത് സൗദി അറേബ്യയാണ്. ഓക്കെ, പിന്നെ ഡാന, അതും 2024 ഒക്ടോബറിൽ ഒഡീഷ തീരത്ത് ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് ഡാന. ഡാനയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് ഖത്തറാണ് ഡാനയ്ക്ക് പേര് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച മൊന്ത ചുഴലിക്കാറ്റിന് പേര് നൽകുന്നത് തായ്ലൻഡാണ്. മൊന്ത എന്ന വാക്കിൻ്റെ അർത്ഥം മണമുള്ള പൂവെന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഏകനാഥ് വസന്ത് ചിറ്റ്നിസ് EV ചിറ്റ്നിസ് അന്തരിച്ചതെന്നാണ്? പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഏകനാഥ് വസന്ത് ചിറ്റ്നിസ് അന്തരിച്ചത് 2025 ഒക്ടോബർ 22-നാണ്. 2025 ഒക്ടോബർ 22-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി കിട്ടിയത് എന്നാണെന്നറിയാമോ? ഈ EV ചിറ്റ്നിസിന് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് 1985-ലാണ് കേട്ടോ, 85-ലാണ്. അദ്ദേഹം ജനിക്കുന്നത് മഹാരാഷ്ട്രയിലെ കോലാപൂരിലായിരുന്നു. 1925 ജൂലൈ 25-ന് മഹാരാഷ്ട്രയിലെ കോലാപൂരിലായിരുന്നു അദ്ദേഹത്തിന് ജനനം. അപ്പോൾ 85-ലാണ് പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുള്ളത്. ഓക്കേടാ, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. രണ്ടായിരത്തി 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണടാ? 2025 എഴുത്തച്ഛൻ പുരസ്കാരം അത് ആൻസർ കിട്ടി കാണും അല്ലേ? KG ശങ്കരപ്പിള്ളയ്ക്കായിരുന്നു. നമുക്കറിയാം സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ? കേരള സർക്കാരിൻ്റെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. പുരസ്കാര തുക നിങ്ങൾക്കറിയാം, നേരത്തെ അത് 1 ലക്ഷമായിരുന്നു, പക്ഷേ ഇപ്പോൾ കൊടുക്കുന്നത് 5 ലക്ഷം രൂപയാണ് അല്ലേ? 5 ലക്ഷം രൂപ പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ശ്രദ്ധേയനായ കവിയും സാഹിത്യ നിരൂപകനുമായിട്ടുള്ള KG ശങ്കരപ്പിള്ളയ്ക്കാണ് എന്ത് ലഭിച്ചത്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന് 1998 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, അതുപോലെ 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടുന്നത് 98-ലും കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടുന്നത് 2002-ലുമാണ്. പിന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം കിട്ടിയിട്ടുണ്ട്.
അത് 2019 കേട്ടോ. 2019 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഓടക്കുഴൽ അവാർഡ്, ആശാൻ പുരസ്കാരം, ഉള്ളൂർ പുരസ്കാരം, കുഞ്ഞിരാമൻ നായർ അവാർഡ്, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അമ്മമാർ, ഞാൻ എൻ്റെ എതിർകക്ഷി, സഞ്ചാരി മരങ്ങൾ, മരിച്ചവരുടെ വീട്, അതിനാൽ ഞാൻ ഭ്രാന്തനായില്ല, കവിത, തകഴിയും മാന്ത്രിക കുതിരയും, ഓർമ്മ കൊണ്ട് തുറക്കാവുന്ന വാതിലുകൾ, സൈനികന്റെ പ്രേമലേഖനം, ചേജി ശങ്കരപ്പിള്ളയുടെ കവിതകൾ, മൂവന്തിക്ക് കുന്നുകയറി വന്ന ഈണങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2024 ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയെന്ന് പഠിക്കണ്ടേ? 2024 എഴുത്തച്ഛൻ പുരസ്കാരം അർഹനായത് ആരാണ്? NS മാധവനാണ് അല്ലേ?